എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നരച്ച മുടി വേരോടെ കറുപ്പിക്കാനുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. മുടി നല്ലതുപോലെ തഴച്ച് വളരാനും അതുമാത്രമല്ല മുടിക്കായ മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും എല്ലാത്തിനും സവാള ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതുകൊണ്ടുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പം നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കെമിക്കലോ ഒന്നുമില്ലാത്ത ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ എല്ലാവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ തലമുടി നരയ്ക്കുന്നത്. ഇപ്പോൾ വലിയവർക്ക് മാത്രമല്ല കേട്ടോ, കൊച്ചു കുട്ടികൾക്കും പെട്ടെന്ന് തലമുടി നരയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കെമിക്കലായിട്ടുള്ള ഡൈകളൊക്കെ വാങ്ങിച്ച് തേക്കുമ്പോൾ അലർജി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കെമിക്കലില്ലാതെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് മുടി കറുപ്പിക്കാം. പിന്നെ ഒരു പ്രാവശ്യം ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് മുടി കറക്കില്ല. നമുക്ക് ഇത് സ്ഥിരമായിട്ട് നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുമാത്രമല്ല മുടി നല്ലതുപോലെ തഴച്ച് വളരുകയും ചെയ്യും. അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സവാളയുടെ ആ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സവാളയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മൾ ഈ സവാള നീരിലേക്ക് മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമ്മൾ തലമുടിയിൽ തേക്കുകയാണെങ്കിൽ മുടി നല്ലതുപോലെ ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. പിന്നെ നമ്മുടെ തലമുടിയിൽ നല്ലതുപോലെ ഒരു മിനുസം ഉണ്ടാവും. നല്ല ഗ്ലേസിങ് ആയിട്ട് തന്നെ നമുക്ക് തലമുടി സൂക്ഷിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ സവാള നല്ലതുപോലെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം കുറച്ച് അളവിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പകുതി സവാള മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അരച്ച് നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ തുണി എടുക്കുക. അതൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വച്ചു കൊടുത്ത ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല, എന്നാൽ അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോവും. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ഒട്ടും തന്നെ തരിയില്ലാതെ നമുക്ക് ഈ ഒരു ഉള്ളിയുടെ നീരെല്ലാം പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് എണ്ണയാണോ നമ്മൾ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന ആ എണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർ കാച്ചിയ വെളിച്ചെണ്ണ തേക്കുന്നവരായിരിക്കും, ചിലർ പച്ച വെളിച്ചെണ്ണ തേക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ഏത് എണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്ന ആ എണ്ണ ഒന്ന് കുറച്ച് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ എനിക്ക് തലവേദനയായിട്ട് ഞാൻ വേറെ കാച്ചിയ വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ചേട്ടന് വേണ്ടി തയ്യാറാക്കി എടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ ആ എണ്ണയും ഉള്ളിയുടെ നീരും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഒരു കെമിക്കലായിട്ട് ഒന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് തലയിൽ തേക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഇതുപോലെ ഒരു കിഴി പോലെ നമ്മളൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയോ ഉപയോഗിച്ച് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു തലയൊട്ടിലും അതുപോലെ തന്നെ മുടിയിലും എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ തലമുടി പെട്ടെന്ന് നരയ്ക്കുന്നതൊക്കെ തടയാൻ പറ്റും. അതുമാത്രമല്ല മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും, മുടി നല്ലതുപോലെ തഴച്ച് വളരും. പിന്നെ അതുമാത്രമല്ല നമ്മുടെ തലമുടിയിലുള്ള താരം മാറും, മുടിയിൽ കായ് വരണം. നമ്മൾ ഈ മുടിയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് തേക്കുക. പിന്നെ ജലദോഷമൊക്കെ ഉള്ളവർ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം എല്ലാം അവർക്ക് പറ്റില്ലല്ലോ. ചിലപ്പോൾ ജലദോഷമൊക്കെ ഉള്ളവർ ഇത് തേച്ചിട്ടിരിക്കുമ്പോൾ തന്നെ നീർത്താഴ്ചയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ സൂക്ഷിച്ച് വേണം തേക്കുക കേട്ടോ. അപ്പോൾ അത് ആ മുടിയൊക്കെ നല്ലതുപോലെ കഴുകി ആ ഉള്ളിയുടെ ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഷാമ്പു ഒന്നും തേക്കേണ്ട കേട്ടോ, അല്ലാതെ തന്നെ കഴുകി കളഞ്ഞാൽ മതി. നല്ല ഗ്ലേസിങ് കിട്ടിയിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ മുടി പെട്ടെന്ന് നരയ്ക്കുന്നതൊക്കെ തടയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.